പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രഹസ്യജീവിതം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നാം നമ്മുടെ രഹസ്യജീവിതം നന്നാക്കുക എന്നത്. നാം രഹസ്യജീവിതത്തെ നന്നാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരസ്യ ജീവിതത്തെയും നമുക്ക് നന്നാക്കി തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യജീവിതം പരിശുദ്ധമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റക്കാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട് അള്ളാഹു ഹറാമാക്കിയതിലേക്ക് ചെന്ന് വീഴുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാം രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഭയാനകമായത് എന്ന്. കാരണം അത് അള്ളാഹു മാത്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ നമ്മോട് പറയുന്നു, വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അവൻ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നതാണ്. സൂറത്തുൽ ഖാഫിൽ അള്ളാഹു പറയുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നാം നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് സമീപസ്ഥനാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. വെളുത്ത തിഹാമ മലയോളം നന്മകളുമായിട്ടാണ് അവർ വരിക. തിഹാമ മല എന്നാൽ അന്നത്തെ ഒരു വലിയ പർവ്വതമാണ്. അത്രയും നന്മകളുമായിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം ധൂളികളായി പൊടിച്ചു കളയുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരും നിങ്ങളെപ്പോലെ എല്ലാ ഇബാദത്തുകളും, നമസ്കാരം, സക്കാത്ത്, നോമ്പ് എല്ലാം നിർവഹിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരുമാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്നിട്ടും അവർക്ക് എന്തേ അങ്ങനെ സംഭവിച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ രഹസ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വളരെ നിസ്സാരമായി ലംഘിച്ചവരാണവർ എന്ന്. അള്ളാഹു നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.